എൻ്റെ പേര് സോഫി മനീഷ്. അപ്പോൾ SM വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോനെ കുറിച്ച് ഇമ്പ്രൂവ് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിരിക്കുന്ന രേണുസുധീനെ കുറിച്ചാണ്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, കാരണം നമ്മൾ യൂട്യൂബ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രേണുസുധിയുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ചായിരിക്കും കാണുന്നത്. ഞാനും ഇതുപോലെ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ കുറേ ആയി രേണുസുധിനെ കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പോൾ എനിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ മാക്സിമം ആയപ്പോൾ എനിക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഭയങ്കര ലാഗാവാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മറ്റേ 2 ഇല്ലേ ആ സംഭവം അടിച്ച് കേട്ടോളൂ കേട്ടോ. കാരണം എനിക്കറിയില്ല, ചിലപ്പം തുടക്കക്കാരിയായ കാരണം അതിൻ്റെ ഒരു ലാഗ് ഉണ്ടാവായിരിക്കാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വ്യൂ അനുസരിച്ച്, കാരണം കുറേ പേര് രേണുസുധിയുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് എന്താ കിട്ടാമെന്ന് നോക്കിക്കൊണ്ട് നടക്കുക. കാരണം ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടു. നമ്മുടെ സുധി ചേട്ടന് മുമ്പ് ശാലിനി അല്ലാതെ വേറൊരു വൈഫും കൂടി ഉണ്ടെന്ന് പറയും. പുള്ളിക്കാരിയുടെ വോയിസ് കാട്ടിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കണ്ടു. മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ആൾ മരിച്ചുപോയി, ആൾക്ക് ഇനി ആളുടെ ഭാഗം പറയാനായിട്ട് ആളില്ല. അപ്പോൾ ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആൾ മരിച്ചുപോയി, ആളുടെ വൈഫൊന്ന് കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ വന്ന് കുറച്ച് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ എന്തിനാ പിന്നെ വെറുതെ മുമ്പുള്ള കാര്യങ്ങൾ പൊക്കി പിടിച്ച് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് അല്ല, നമുക്കറിയില്ല, ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. പലരും ഇങ്ങനെ മരിച്ചതിന് ശേഷമായിരിക്കും പല കാര്യങ്ങളും പുറത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ മരിച്ചൊരാളുടെ ഇങ്ങനെ കുഴിതുകൊണ്ടി എടുത്തിട്ട് ഒരു ഉപകാരം ഉണ്ടാവാൻ പോകുന്നില്ല. ആൾക്കും ആളുടെ വ്യൂ പറയാനുണ്ടാവും. കാരണം ഇപ്പോൾ സുധി ചേട്ടനും ആ എക്സ് വൈഫും തമ്മിൽ ഡൈവേഴ്സായി പോയേക്കുന്നതിൻ്റെ കാരണം എന്താണെന്നൊന്നും നമുക്കറിയില്ല. ആളുടെ ഭാഗം പറയുന്നു. ശാലിനി അല്ല കേട്ടോ, ശാലിനി എന്ന് പറഞ്ഞ ആളും മരിച്ചു. ഇതിപ്പോൾ മുമ്പ് സുധി ചേട്ടനൊപ്പം വർക്ക് ചെയ്ത ഏതൊരു വൈഫാണെന്ന് പറയുന്നു, അവർ ഡൈവേഴ്സായെന്നും പറയുന്നു. അപ്പോൾ ആളുടെ കാര്യം പറയണത്. അപ്പോൾ ഇപ്പോൾ ആൾ വന്നിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ആൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ ഇതും പറഞ്ഞ് കുറേ പേര് വിഷമിപ്പിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഇത് ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത്, അതായത് വോയിസ് മാത്രം. പക്ഷേ എനിക്ക് എന്താ തോന്നണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ആരെങ്കിലും ഇപ്പോൾ ഒരു പരിചയക്കാർ കുറച്ച് പേര് പറയുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്ന തരത്തിൽ പറയുന്നുണ്ടാവും. ആൾ എന്തുദ്ദേശത്തിലാണ് ഈ സോഷ്യൽ മീഡിയയുടെ അകത്ത് ഇങ്ങനൊരു ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം മറ്റത് ഒരു 5-10 പേര് അല്ലെങ്കിൽ കുറച്ച് പേര് അറിയുന്നുണ്ടാവുള്ളായിരിക്കും ആളെക്കുറിച്ചും, ഇങ്ങനത്തെ കാര്യത്തെ സുധി ചേട്ടൻ മുമ്പ് കല്യാണം കഴിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചും. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ലോകം ഫുള്ളും അറിയിച്ച്, അപ്പോൾ ആൾക്ക് ഇനി ഒരു സിമ്പതി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്താ ആൾ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ആളുടെ ഉദ്ദേശം എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ആളുടെ ഭാഗത്തും എന്താ കാര്യം എന്നുള്ളത് പറയാം. ഇത് മരിച്ചു പോയി കഴിഞ്ഞ് പല കാര്യങ്ങളും ഇങ്ങനെ കുത്തിപ്പൊക്കി എടുത്തിട്ട് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫെയിമിനാണോ എന്താ കാര്യം എന്നറിയില്ല, അതാ അവരുടെ കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ രേണുസുധി കുറേ അല്ല, ആളുടെ ഭാഗത്ത് ഞാൻ ആളെ ന്യായീകരിക്കണതല്ല, പക്ഷേ കഷ്ടമുണ്ട്. ഭർത്താവ് മരിച്ചൊരു ആളാണ്, ആൾ 2 കുട്ടികളെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, വേറെ ജോലി ഇല്ല. ആൾക്ക് ഇൻട്രസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആളുടെ വഴിക്ക് പൊക്കോട്ടെ, എന്തിനാ ആളുടെ പിന്നാലെ നടന്ന് ആളും അതിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നുണ്ട്. ആൾക്ക് പബ്ലിസിറ്റി ആവശ്യമാണ്, ബാക്കിയുള്ളവർക്ക് കണ്ടൻറ്റ് ആവശ്യമാണ്, നമുക്കിതൊക്കെ കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്, ഇതാണ് കാര്യം. പക്ഷേ എനിക്ക് പറയാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രേണുസുധി കുറച്ച് നാളൊന്ന് ഇച്ചിരി എന്താ പറയുക, പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ആൾക്കൊന്ന് ഒതുങ്ങാം. കുറച്ച് കാര്യങ്ങൾ ആൾ അറിഞ്ഞുകൊണ്ട് ഒരു ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണത്. കാരണം അറിഞ്ഞുകൊണ്ട് കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, ആൾക്കറിയാം ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്നുള്ള കാര്യം. അത് വിചാരിച്ചാൽ ഒരാൾ ആരെയും പേടിച്ച് അയ്യോ ഇത് വീഡിയോ ഇടാൻ പാടില്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പം ആളിപ്പം അഭിനയിച്ചൊരു പുള്ളിക്കാരൻ്റെ ഫുഡ് വാരി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു വീഡിയോൻ്റെ ഇഷ്യൂ കേട്ടായിരുന്നു. അപ്പം അതൊക്കെ വേണമെങ്കിൽ ആൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ്, മനസ്സിലായോ? അപ്പോൾ ഈ ഫുഡ് വാരി കൊടുക്കുന്ന ആൾക്ക് ആ പയ്യന് വേറൊരു വൈഫുണ്ട്. അപ്പോൾ ആളുടെ സമ്മതം ചോദിച്ചിട്ടാണ്, വേറൊരു വൈഫല്ല, ആൾക്ക് വൈഫുള്ള ആളാണ്. അപ്പോൾ ആ വൈഫിൻ്റെ സമ്മതം ചോദിച്ചിട്ടാണ് ഫുഡ് വാരി കൊടുക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ വീഡിയോയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും ജനങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അറിഞ്ഞു വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണില്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രേണുസുധിയുടെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം കുറച്ച് ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്.
ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ കിച്ചു അല്ലേ, ആൾക്ക് അവന് ഇത് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായി കണ്ടിട്ടില്ല. രേണുസുതി നല്ല രീതിയിലാണ് ആ പയ്യനെ നോക്കുന്നത്. ഇന്നേ വരെ വന്ന് രേണുസുതിന് മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്ര അമ്മമാർ പുള്ളി കിച്ചുവിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും രേണുസുതിനെയാണ് അമ്മയായിട്ട് കിച്ചു കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം രേണുസുതി ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ രേണുസുതിനെ തീർത്തും കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഈ അവരെ മരിച്ചുപോയ ആളെക്കുറിച്ച് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് വരാത്ത കാര്യങ്ങൾ പലതും ഇങ്ങനെ കുത്തിത്തോണ്ടി അല്ലേ, ആൾക്ക് ഒരു വില ഉണ്ടായിരുന്നു ഇത്ര നാൾ ജനങ്ങളുടെ മുമ്പിൽ. വെറുതെ അനാവശ്യമായിട്ട് നമുക്കറിയില്ല അതിൻ്റെ പിന്നിൽ എന്തോ. എല്ലാവരും സൂചിച്ചേരണ കുറേ പേരൊക്കെ തന്നെ മനസ്സിലോ ഇങ്ങനത്തെ ഒരാളാണോ അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടാവും. നമുക്കിപ്പോഴും സത്യം അറിയില്ലെങ്കിലും കാരണം സുധിച്ചേട്ടനുണ്ടാവും ഈ ആളെക്കുറിച്ച് പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആൾക്കും ഇങ്ങനെ മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കറിയില്ല ഇപ്പോൾ സുധിച്ചേട്ടൻ നല്ലതാണെന്നോ നല്ലതല്ലാന്നോ അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വെറുതെ ഇങ്ങനെ വെറുതെ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് അതിനൊന്നും ഒരു ആവശ്യമില്ല. ജീവിച്ചിരിക്കുന്ന എത്ര പേരുടെ കാര്യങ്ങൾ പറയാനുണ്ട്. വെറുതെ മരിച്ചുപോയവരെ വെറുതെ എന്തിനാ കുഴിയുന്നത് തൊട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനെ വിഷയമാക്കണേ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ആരോടെ പറയുന്നത് അല്ല, എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നി. അപ്പോൾ അത് കാരണം ഞാനിത് പങ്കുവെച്ചു എന്നുള്ളൂ. നമുക്ക് പറയണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ അവരവരുടെ കാര്യങ്ങൾ. അവർ കണ്ടറിഞ്ഞ് മരിച്ചൊരു പോയ വ്യക്തിയാണല്ലോ, നമ്മളിനി ആളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ മനസ്സിലാക്കി ഇരുന്നാൽ നല്ലത്. പിന്നെ ഇതൊക്കെ തോണ്ടിക്കൊണ്ടുവരാൻ കുറേ ചാനലുകാരുണ്ട്. അവർക്കിപ്പോൾ എന്തിട്ട് ഇതിപ്പോൾ ലോകത്തിനോട് വെളിപ്പെടുത്തിയിട്ട് കിട്ടാൻ പോകണമെന്ന് എനിക്കറിയില്ല. അല്ല എന്തിനിപ്പോൾ ഇത് തോണ്ടിക്കൊണ്ടുവരണേ? ഇതിപ്പോൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ എന്തുണ്ടാവാൻ പോകുന്നത്? ജീവിച്ചിരിക്കുന്ന ഒരാൾ കൂടിയല്ല, മരിച്ചുപോയ ഒരാളുടെ കാര്യം പറയണത്. അപ്പോൾ എന്തിനാ ഇത് തോണ്ടിക്കൊണ്ടുവരണം? അങ്ങനെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് എന്തുണ്ടാവാൻ പോകുന്നത്? അതും ഫുള്ളും സത്യമാണോ നുണയാണോ ഒന്നും കൂടി അറിയില്ല. അതിനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പഠിച്ചിട്ട് ഒന്നുമില്ല, ഒരാളുടെ സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരാളുടെ സൈഡ് കിട്ടിയപ്പം എല്ലാവരും ഇപ്പോൾ രേണുസുതിയാണ് ട്രെൻഡിങ്. അപ്പോൾ രേണുസുതിനെയും സുധിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ കാണും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കണത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു സാധാരണക്കാരിയുടെ മൈൻഡിൽ നിന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിലും ഇങ്ങനത്തെ കുറച്ച് സാധാരണക്കാരുണ്ടാവും, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുള്ള കാരണം ഞാൻ നിങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാതെ നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാര്യങ്ങൾ തോന്നുമെങ്കിലും വേണ്ട പോട്ടെ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് വായടയ്ക്കാൻ പോകുമോ അല്ലെങ്കിൽ ഇതിന് പിന്മാറുമോ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. എന്നാലും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോട്ടെ എന്ന് വെച്ചൊരു സമയമില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് ഇപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ പിന്നെ ഈ ലാസ്റ്റ് ഇൻ്റർവ്യൂ കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് നമ്മുടെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാം എന്ന് തോന്നി. കാരണം കുറേ പേര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ പ്രതികരിക്കാൻ അവർക്ക് പറയാൻ ചിലപ്പോൾ വേണമെങ്കിൽ. അപ്പോൾ എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ഞാൻ കമൻ്റായിട്ട് ഇട്ടാലെന്നൊക്കെ വിചാരിക്കും. പിന്നെ കമൻറ്റ് എഴുതി പിടിച്ച് വേണമെങ്കിൽ ഒരു എസ്സേ മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കമൻറ്റ് ഇടാനും പോകാറില്ല, കാരണം അത്ര എസ്സേ ഒക്കെ എഴുതി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾക്കും പലർക്കും പല അഭിപ്രായമായിരിക്കും, പലർക്കും പല ചിന്താഗതിയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുമ്പോൾ ഇതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതായത് അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.